എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ എല്ലാം ആ വ്യക്തിയിൽ അർപ്പിച്ചിട്ടുണ്ട്. എല്ലാം ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി എന്ത് പറയുന്നോ അതതുപോലെ അനുസരിക്കാനും ആ വ്യക്തി എന്ത് നിഷ്കർഷിക്കുന്നോ അതതുപോലെ ചെയ്യാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിക്ക് എതിരായിട്ട് ഒരു കാര്യവും ചർച്ച ചെയ്യാനോ ആ വ്യക്തിക്ക് എതിരായിട്ടൊരു കാര്യത്തെക്കുറിച്ച് കർശന നിലപാടെടുക്കാനോ ഒന്നും നിങ്ങൾ തയ്യാറല്ല. എന്താണോ ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിയുടെ ഇഷ്ടാനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്കിഷ്ടം. കാരണം നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തിക്കൊപ്പം നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി വരുന്നതിന് മുമ്പും ആ വ്യക്തി വന്നതിന് ശേഷവും. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുന്ന പോലുമില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിയാണുള്ളത്. മുമ്പ് നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതിനെക്കുറിച്ചൊന്നും നിങ്ങളൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിക്കൊപ്പം ചേർന്ന് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മാത്രമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രത്തോളം സ്ഥാനം ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ട് ആ വ്യക്തിയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ആയിട്ടുണ്ട്. നിങ്ങളൊരിക്കലും അതറിയുന്നില്ല. നിങ്ങളും ആ വ്യക്തിയുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ വാക്കിലും പ്രവൃത്തിയിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെന്നും മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കതിൽ കൂടുതൽ ഒന്നും അറിയാനും ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം വിശ്വസിക്കുന്നു. ആ വ്യക്തി ഇനി നിങ്ങളെ ചതിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചതിക്കട്ടെ, അതും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. കാരണം ഞാൻ ആ വ്യക്തി അത്രത്തോളം സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇനി എന്നെക്കുറിച്ച് എന്തെങ്കിലും പരിഭവങ്ങളോ ദേഷ്യമോ ഉണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ ദേഷ്യവും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ശകാരങ്ങളും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്കെന്ത് നഷ്ടമുണ്ടായാലും ഞാൻ എൻ്റെ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ വ്യക്തിക്കപ്പുറത്തേക്ക് ഒരു ഇഷ്ടമില്ല. എൻ്റെ വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. എല്ലാം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പോഴും നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസമാണ്. ആ വ്യക്തിയിൽ അലിഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നു. ആ വ്യക്തി ഇനി എന്നെ ചതിച്ചാൽ അങ്ങോട്ട് ചതിക്കട്ടെ, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ വേദനിപ്പിച്ചാൽ ആ വേദന പോലും മധുരമുള്ളതാണെന്നുള്ള ചിന്തയാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത അത്രത്തോളം ആഴത്തിലുള്ളതാണ്. ആ വ്യക്തിയെ ഒഴിവാക്കിയിട്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിക്കൊപ്പം നിന്ന് ആ വ്യക്തിയോടൊപ്പം ചേർന്ന് ജീവിച്ചു പോകാനാണ് നിങ്ങൾ എന്നെന്നും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രതിപാദിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തിയുടെ സ്നേഹം പലപ്പോഴും പെരുമാറ്റത്തിൽ കുറവാണെന്നുള്ള പരാതി നിങ്ങളെപ്പോഴും ഉന്നയിക്കും. നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും. പക്ഷെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാത്തത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അത്രയും ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത്? ഓരോ വ്യക്തിക്കും ഓരോ ശൈലിയുണ്ട് ഇഷ്ടത്തിനും സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൊക്കെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി നിങ്ങളിലുള്ള സ്നേഹം പ്രകടിപ്പിച്ച ആ വ്യക്തിയോട് കാണിക്കാതിരിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ആ ജീവിതഗതി അത് തന്നെയാണ്. എപ്പോഴും ആ വ്യക്തിയെ കരുതി ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ആ വ്യക്തിയെ മാറ്റിമറിച്ചുകൊണ്ടോ ആ വ്യക്തിയെ പറ്റി പറയാതെയോ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല.
നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വ്യക്തി നിങ്ങളെ അത്തരത്തിൽ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ അത്രത്തോളം കണ്ടറിയുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ആ വ്യക്തിക്ക് സാധിക്കില്ല. ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം മറ്റാരോടും പറയാതെയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടം ആ വ്യക്തിയിലുണ്ട്. ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ആ വ്യക്തിക്ക് മറ്റൊരഭിപ്രായമില്ല. കാരണം ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളിൽ നിന്ന് മാത്രമേ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കുവാനോ അതൊരിക്കലും വിസ്മരിക്കാനോ ഒന്നും കഴിയില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം ആ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴും അത് ബാഹ്യമായി പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ വലിയൊരളവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി അത് കൂടുതലായിട്ട് വ്യക്തമാകുകയും ചെയ്യും. ആ വ്യക്തിക്ക് നിങ്ങളങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാത്തതിൻ്റെ കുറ്റബോധവും ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.